ഹായ് ഫ്രണ്ട്സ്, ഹാക്ക് വിത്ത് എത്തിക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പണ്ഡിറ്റിൻ്റെ 7th ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് 7th ചലഞ്ച്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ data.txt എന്ന് പറഞ്ഞ ഒരു ഫയൽ അവിടെ ഉണ്ടെന്നും അതിലിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് മിലിയൻസ് എന്ന് പറയുന്നൊരു വേർഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിലായിരിക്കും പാസ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ SSH യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, പാസ്വേഡ് കൊടുക്കണം. ഓക്കെ, ഇനി LS അടിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ data.txt എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് കാറ്റ് data.txt എന്ന് അടിച്ചു. അപ്പോൾ ഇങ്ങനെ കുറേ പേരും അതിൻ്റെ ആയിട്ടുള്ള പാസ്വേഡും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ മിലിത്ത് എന്ന് പറയുന്ന ആ പാസ്വേഡ് മാത്രമാണ്, ആ വേർഡ്സിൻ്റെ പാസ്വേഡ് മാത്രമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കംപ്ലീറ്റ് ആവട്ടെ. ഓക്കെ, അപ്പം ഇത്രയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ആദ്യം തന്നെ ആ നെയിം നമുക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്യണം. ജസ്റ്റ് ലോഡ് ആയിക്കോട്ടെ. ജസ്റ്റ് അവിടെ നിന്ന് നെയിം കോപ്പി ചെയ്തു. അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് കാറ്റ് data.txt. നമുക്കൊരു പൈപ്പ് സിമ്പിൾ കൊടുക്കണം. അത് ഈ സിമ്പിളാണ്, പൈപ്പ് സിമ്പിൾ. അതിനുശേഷം ഗ്രപ്പ്, നമുക്ക് ആ വേർഡ് മാത്രം മതിയുണ്ട്. ഗ്രപ്പ് ജസ്റ്റ് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമുക്കിവിടെ പാസ്വേഡ് കിട്ടിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ചലഞ്ചായിരുന്നു. കോപ്പി ചെയ്തതിന് ശേഷം എക്സിറ്റ്. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും, നെറ്റ് സ്ലോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 8th ചലഞ്ചിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ജസ്റ്റ് പാസ്വേഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലോഗിൻ അടിക്കാൻ സാധിക്കും. നമുക്ക് റൈറ്റ് പോലെയൊക്കെ കൊടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. വല്ല അഭിപ്രായം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.